ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തേ കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലേ? ഇത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, എൻ്റെ ബെഡിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റാണ്. ഏതായാലും പുറത്തേക്ക് പോകല്ലേ, എന്നാൽ പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ബെഡിലേക്കിട്ട് കുറച്ച് ഷോയൊക്കെ നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. ജീൻസും ഒരു ടീഷർട്ടുമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്തോ വീഡിയോ എടുക്കാൻ നേരത്തെ എനിക്ക് ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ വന്നു. എന്നാൽ പിന്നെ ആ ഐഡിയ കളയണ്ടെന്ന് വിചാരിച്ചു. വെറുതെ ഓരോ തോന്നലുകൾ, അത്രയേ ഉള്ളൂ. ഒരു മനസ്സുഖം. അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വേഗം തന്നെ ഇറങ്ങുവാണേ. ഒരു ഉച്ച തിരിഞ്ഞൊരു 2 മണി സമയത്താണ് ഇറങ്ങുന്നത്. എത്രയും പെട്ടെന്ന് പോയി അടുക്കളയിലേക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഉദ്ദേശം. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഈ ഒരു സീൻ മിക്ക വീഡിയോയിലും കാണുന്നതായിരിക്കുമല്ലേ. എന്നാലും എന്തോ അതിൻ്റെ ഭംഗി കാരണം വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ടൊരു ചായ കടുപ്പത്തിലിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയപ്പോഴുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ല. പുറത്ത് പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് ആയിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അങ്ങനെ ചായ ഉണ്ടാക്കി തീരാറായി. അങ്ങനെ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പലണ്ടി മിഠായിയും വെട്ടുകേക്കും ഉണ്ട് ഇവിടെ. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തേക്കുന്നത്. കപ്പലണ്ടി മിഠായി ഇങ്ങനെ ഡാഡി വാങ്ങിച്ചുകൊണ്ട് വന്നാണ്, ചെറിയ പാക്കറ്റിൽ, വളരെ ചെറിയ പാക്കറ്റാണ്. പക്ഷെ എന്തോ കാണാനും ഭംഗിയുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇതാണ് ഈ വെട്ടുകേക്ക് എന്ന് പറയുന്നത്. എല്ലായിടത്തേക്കും വെട്ടുകേക്ക് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പാക്കറ്റിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ചായയോടിക്ക് ശേഷം ഞാൻ എൻ്റെ അടുത്ത പണികളിലേക്ക് കിടക്കുക. പാത്രം കഴുകാനായിട്ട് എല്ലാം പെറുക്കിയിട്ട് കഴുകാൻ ആരംഭിച്ചേ. എന്താണെന്നറിയത്തില്ല, എനിക്ക് പാത്രം കഴുകണ ജോലി ഇഷ്ടമാണ് കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ പല സുഹൃത്തുക്കളും പലപ്പോഴും പറയണ കേട്ടിട്ടുണ്ട് പാത്രം കഴുകണ പണി ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്കെന്താണെന്നറിയത്തില്ല, പണ്ടേ മുതൽ പാത്രം കഴുകണ പണിയൊക്കെ ഇഷ്ടമാണ്. വലിയ മടിയൊന്നും തോന്നാറില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ ഞാനൊരിക്കൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പാത്രം കഴുകുന്ന പണിയെക്കുറിച്ച് പറയുക. ഇതെന്ത് എപ്പോഴും നമ്മുടെ വീട്ടിലിങ്ങനെ പാത്രം കഴുകാനുള്ള, പാത്രം കഴുകി മടുത്തുപോലോ, അങ്ങനെ എന്തോ ഒരു കുഞ്ഞ് പരാതി ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, അത് നല്ല ജോലിയല്ലേ, നമുക്ക് കഴിക്കാൻ ഉള്ളത് കൊണ്ടല്ലേ, ഭക്ഷണം കഴിക്കാൻ കിട്ടിയത് കൊണ്ടല്ലേ പാത്രം കഴുകാനുണ്ടായത്, അപ്പോൾ അത് നല്ല കാര്യമല്ലേ എന്ന്. എന്തോ അന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഇടയ്ക്ക് ചില സമയത്തൊക്കെ ഒരു ഓർമ്മ വരും കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വന്നു, അതാണ് പറഞ്ഞ്. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിലും എനിക്ക് പാത്രം കഴുകുന്ന ജോലി അത്ര വലിയ മടുപ്പുള്ളതായിട്ട് തോന്നാറില്ല. ചിലപ്പോഴൊക്കെ പാത്രം കഴുകുമ്പോൾ പാട്ടൊക്കെ കേട്ട് കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് കഴുകി തീരുന്ന പോലെയും നല്ല എൻജോയ് ചെയ്ത് ജോലിയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന പോലെയും തോന്നാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അടുക്കളയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്, എൻ്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞും ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഈ വീഡിയോയിലൊക്കെ എൻ്റെ ഒരു ദിവസത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങളും എൻ്റെ വളരെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടും ഉണ്ടാവാറ്. പലപ്പോഴും പല തിരക്കുകൾ കാരണം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ചാനലിൽ കൊടുക്കാനോ ഒന്നും സാധിക്കാറില്ല എന്നുള്ള കേട്ടോ സത്യം. എന്നാലും ചെറിയൊരു വീഡിയോയാണ് ചെയ്യുന്നതെങ്കിൽ പോലും എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ കുറേ പണികൾക്കൊക്കെ ശേഷം കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുന്തിരിക്കാൻ കത്തിക്കുവാണേ. ഇവിടെ നല്ല രീതിക്ക് കൊതുക് ശല്യമുണ്ട്. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവനെ നല്ല രീതിക്ക് കൊതുക് ഒരു പരിവാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ ചിരട്ടയൊക്കെ കത്തിച്ച് ഇപ്പോൾ മെയിനൊരു പണിയാട്ടോ. എന്നാൽ പിന്നെ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.
എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.